നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രാഹു 5-ലും കേതു 11-ലുമായിട്ടുള്ള ഫലമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഫലം പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് കംപ്ലീറ്റ് ഒരു ബ്രേക്കാണ് എല്ലാ കാര്യത്തിലും. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചാം ഭാവം, ദ ഹൗസ് ഓഫ് ജോയ്, അതായത് പ്രജ്ഞ, മേധ, വിവേകശക്തി, നമ്മുടെ സന്തോഷം, സമാധാനം, ഇതൊക്കെ ചിന്തിക്കുന്നതാണ് അഞ്ചാം ഭാവം. മനസ്ഥാനമാണ്, സന്താനസ്ഥാനമാണ് അല്ലേ? അഞ്ചാം ഭാവത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള ഫലങ്ങളെന്ന് പറയുന്നത്, എന്താണ് എനിക്ക് സന്തോഷം നൽകുന്നത് എന്ന സബ്ജക്റ്റിനെ കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാഹു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ എന്ന് നോക്കിയിട്ട് കേതു നിൽക്കുന്ന ഭാവത്തെ നമ്മൾ വിഡ്രോ ചെയ്യുകയും ഇഗ്നോർ ചെയ്യുകയല്ല, കുറച്ചൊന്ന് മാറിയിട്ട് രാഹു നിൽക്കുന്ന ഭാവത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹു 5-ലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന വിഷയത്തിൽ ശ്രദ്ധയോടും ധാർമ്മികമായിട്ടും നോക്കണം എന്നുള്ളതാണ് ഒന്നാമത്തേത്. നാച്ചുറലായിട്ട് ഒരുപാട് നാച്ചുറൽ ഡിസയറുകളുണ്ടാവും. ആ ഡിസയറിനെ ധാർമ്മികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയ വിഷയങ്ങളുണ്ടാകും. കാരണം അഞ്ചാം ഭാവം പ്രണയഭാവമാണ്. സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്കും വലിയൊരു വിക്റ്റിമായി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, ഇവർക്ക് ഇൻഡിവിജ്വൽ എക്സ്പ്ലോറിങ്ങിന് അവരുടേതായ രീതിയിൽ, അവരുടെ തനതായ രീതിയിൽ, അവരുടേതായ ഒരു കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അവരുടെ ചുറ്റുപാടുകളെ ആക്കി തീർക്കാൻ ഒരു വലിയ ആഗ്രഹം ഇവർക്കുണ്ടായിരിക്കും. വ്യാഴവും കൂടി ജാതകത്തിൽ ബലപ്പെടുകയും ലഗ്നാധിപനും കൂടെ ബലപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്കത് സാധിക്കുകയും ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതയുണ്ട്. അഞ്ചാം ഭാവം സന്താനഭാവം കൂടി ആയതുകൊണ്ട് സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ ഒരു മിസ്കാരേജ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങൾ നിമിത്തമുള്ള ദുഃഖം ഉണ്ടാവും. രാഹുർദശ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ രാഹുർദശയിൽ കേതുവിൻ്റെ അപഹാര സമയത്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും 6-8-12 നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ രാഹുവിൻ്റെ അപഹാര കാലത്തൊക്കെ ചിലപ്പം സന്താന ദുരിതങ്ങളോ സന്താനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരികയോ സന്താനങ്ങൾ നിമിത്തം ദുഃഖമോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൻറ്റസി ലവർ ആയിരിക്കും ഈ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവർ. ഫാൻറ്റസികളോടൊക്കെ വലിയ താല്പര്യം, അതുപോലെ തന്നെ ഈ പ്ലാറ്റോണിക് ലവ്, ഈ എക്സോട്ടിക് ഫാൻറ്റസികളോടൊക്കെ ഒരു അങ്ങനെ ഈ കഥകളിൽ നമ്മൾ ഈ ലവ് ഫാൻറ്റസികളിലൊക്കെ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ സ്വപ്നം കാണുകയും ആ രീതിയിലൊക്കെ പോവുകയൊക്കെ അങ്ങനെയൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പം ഈ കൗമാരക്കാരുടെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ യൗവനമുള്ളവരുടെ ഒരു കാര്യം പറയുന്നത്. പ്രണയത്തിലേക്കൊക്കെ വല്ലാണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവരങ്ങ് ഒബ്സസ്ഡ് ആയിപ്പോകും. നമ്മൾ ഒബ്സസ്ഡ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അത് ബ്രേക്കപ്പ് ആയാൽ അതിൽ നിന്ന് ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്ന് കയറി വരാൻ ഒരുപാട് സമയമെടുക്കും. വല്ലാത്തൊരു മാനസിക സംഘർഷങ്ങളിലൂടെ, വല്ലാത്തൊരു അവസ്ഥയിലൂടെ, മനസ്സിനൊരു ഒട്ടും സമാധാനം കിട്ടാത്തത് തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ വരും, അസ്വസ്ഥതകൾ, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇത് നിമിത്തം, ഈ പ്രണയമോ അല്ലെങ്കിൽ സന്താനങ്ങളോ നിമിത്തം ഇവർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരിക്കലും ഇവരുടെ ഹാബിറ്റ് ഒന്ന് സെറ്റായാൽ ഇവർ ഹാബിറ്റ് കൃത്യമായിട്ട് പോകത്തില്ല. ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് പോകും, അത് നിർത്തും, പിന്നെ പഴയ പോലെ ആവും. കുറച്ച് മുന്നോട്ട് പോകും, നിർത്തും, പഴയ പോലെ. ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യും, മുടക്കം വരും. കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യും, മുടക്കം വരും. ഇപ്പോൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ കുറച്ച് ദിവസം പോകും, നിർത്തും. അങ്ങനെയല്ലാതെ ഇവർക്കൊരിക്കലും ഒരു ഹാബിറ്റ് സെറ്റായാൽ, പ്രോപ്പറായിട്ടൊരു ഹാബിറ്റ് വന്നാൽ പിന്നീട് പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഒരു രക്ഷയില്ല. അവർ അടിപൊളിയായിട്ട് അവരുടെ ലൈഫ് നന്നാക്കിയെടുക്കുന്ന രീതിയിലുള്ള
ഒരു ഒരു പ്ലെയിനിലേക്ക്, ഒരു സ്പിരിച്വൽ ലെവലിലേക്ക്, ആ ഒരു വൈബിലേക്ക് ഇവർ പോവുകയും ഇവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാവുകയും ചെയ്യും. അവരുടെ ഫാൻറ്റസികളൊക്കെ, ഇവരുടെ ഉള്ളിലുള്ള ഫാൻറ്റസികളൊക്കെ റിയൽ ആവുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനത്ര അസാധ്യ കഴിവാണ്. അത് ചുമ്മാതെ ഈ നമ്മൾ നേച്ചർ സപ്പോർട്ട് ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്യും എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതല്ല. അതൊരു തപസ്സാണ്, ഒരു സാധനയാണ്. 5-ാം ഭാവം അല്ലെങ്കിൽ രാഹു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്ന തപസ്സിനെ സൂചിപ്പിക്കുന്നതും കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത പാസ്റ്റ് ലൈഫ് കർമ്മയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതുമാണ്. അപ്പം ഇവിടെ തപസ് വേണ്ടത് 5-ാം ഭാവത്തിലാണ്. അപ്പോൾ ആ ഒരു ഫാൻറ്റസി ഉള്ളപ്പം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ നിങ്ങൾ ചിന്തിക്കുന്ന ഫാൻറ്റസികൾ അത് സാധിക്കുന്നതായിട്ടും അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അൺകൺവെൻഷണലായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ അൺകൺവെൻഷണലായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസൊക്കെ അവരുടെ മേഖലകളിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. സിനിമ ഡയറക്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റിക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ 5-ാം ഭാവം കുറച്ച് ഈ രാഹു ബലപ്പെട്ടാലൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ അൺകൺവെൻഷണലായിട്ടും നോൺ ട്രഡീഷണലായിട്ടും ഒരു യാഥാസ്ഥികതയെ പിന്തുടരാത്ത രീതിയിലുള്ള ഒരു ലവ് അഫെയറും ഫാൻറ്റസികളും ഒക്കെ ഇവർക്ക് വരാം. ഞാൻ ഈ 5-ൽ രാഹു നിൽക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഒരു കൺസൾട്ടേഷനിൽ ഒരു അനുഭവം വന്നിട്ട് ഞാനത് എടുത്തു നോക്കിയിട്ടുണ്ട്. 5-ലോ 5-ാം ഭാവാധിപനോ വ്യാഴത്തിനോ ഒക്കെ വക്രം വരികയും അതിനോടൊപ്പം രാഹു യോഗം ചെയ്യും, 5-ൽ രാഹു യോഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ പ്രൊഫറ്റ് എലിസബത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ ടിൻ ഫ്ലെയിം എക്സ്പെരിമെൻറ്റിലൊക്കെ പോയിട്ട് ഫെയിലിയറായി പോകുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് വാസ്തവത്തിൽ ആ സിദ്ധാന്തം ശരിയാവണം എന്നുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടതാണ്. അത് പ്രപഞ്ചം നമ്മളിലേക്ക് ചേർത്ത് തരേണ്ടതാണ് അതൊക്കെ. അപ്പോൾ അതല്ലാതെ നമ്മളതിൻ്റെ പുറകിന് പോയിട്ട്, ആ ഫാൻറ്റസിയുടെ പുറകിന് പോയിട്ട് കടുത്ത പണി മേടിച്ച് ഡിപ്രസ്ഡായിട്ട് ഇതിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കൺസൾട്ടേഷൻ എടുത്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് പലരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കൗതുകത്തോടുകൂടി അത് നോക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെ ദശാപഹാരങ്ങൾ തുടങ്ങുന്ന സമയത്ത് അത് ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ബ്രേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ ജാതകത്തിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുന്ന സമയത്താണ് ഞാൻ ആ രാഹുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. രാഹുവിൻ്റെ വിഷയം വരുന്ന സമയത്ത് എനിക്കൊരു ബ്രേക്കുകൾ വന്നു. ഇപ്പോൾ എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം 4-ാം ഭാവം കഴിഞ്ഞ് ആ ഒരു സുഖഭാവത്തിൻ്റെ കഴിഞ്ഞ് 5-ലേക്ക് വന്നപ്പോഴത്തേക്ക് വാസ്തവത്തിൽ ഒരു സർജറി കഴിഞ്ഞാണ് വന്നത്. അത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് നാവ് കൊണ്ടാണ് സംസാരിക്കുന്നത്, വാ കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ബ്ലോക്ക് ആവുന്ന രീതിയിൽ വായിക്കാത്തായിരുന്നു സർജറി. അപ്പോൾ സർജറി കഴിഞ്ഞ് എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു ബ്രേക്ക്. അപ്പോൾ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പിന്നെ അതിനേക്കാളും നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വീഴ്ച വന്നാൽ, രാഹുൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ ആ വീഴ്ചയിൽ നിന്ന് കരകയറി വരാനുള്ള ശ്രമം എന്തായാലും ഉണ്ടാവണം. ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, 5-ൽ രാഹു നിൽക്കുന്നവർക്ക് അത് കൂടുതലും എടുത്തു പറയാം. കാരണം ചിന്തകളൊക്കെ നാച്ചുറൽ അല്ലേ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് ചിന്തകൾ വേണ്ടേ, അല്ലെങ്കിൽ ആ ചിന്തകൾക്കനുസരിച്ചല്ലേ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അതെ, എല്ലാ ആക്ഷൻ്റെയും പിന്നിൽ തോട്ട്സാണ്. പക്ഷേ ആ തോട്ട്സ് സക്സസ് ആവണമെങ്കിൽ, ആ ആക്ഷൻ സക്സസ് ആവണമെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സ്ഥലം മനസ്സിലാക്കിയിരിക്കണം. പ്ലേസ് ചെയ്യുന്ന സ്ഥലം. അപ്പം അതിന് നമുക്കൊരു റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പീപ്പിൾ, ഇതൊക്കെ വേണം. അത് കൊണ്ടുതരുന്ന ഭാവമാണ് 11-ാം ഭാവം. അവിടെയാണ് കേതു. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ 5-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ എന്നുള്ളതും കൂടി ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു മധ്യവയസ്സ് സമയത്ത്, ഒരു 30+ ഒക്കെ വരുമ്പോൾ സമയത്ത് അൺസെറ്റിൽഡ് ആയിട്ടുള്ളൊരു മൈൻഡായിരിക്കും. എപ്പോഴും ഇങ്ങനെ പടപടാന്ന് പിടച്ചുകൊണ്ടിരിക്കും. ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് ഇമ്മേഴ്സ്ഡായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോയിട്ടും ഒരു എന്താ പറയുക, തൃപ്തി വരാതിരിക്കുന്നൊരവസ്ഥ വരും. നമ്മൾ ആ സമയത്തൊക്കെ അതിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്നു പോയിട്ട് നമുക്കൊരു തൃപ്തി വരാത്തത് കൊണ്ട് തന്നെ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെഡിറ്റേഷൻ പോലെ, പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. 5-ാം ഭാവം സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇപ്പം മനസ്സിൻ്റെ 3rd ഹൗസ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഗ്രാസ്പിംഗ് പോയിൻ്റാണ്, ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് 4th ഹൗസ് ആകുമ്പോൾ സുഖഭാവം ഉള്ളിലേക്ക് കടക്കും.
അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസിനെ, നമ്മുടെ സെൽഫ് എക്സ്പ്രഷനെ, അതുപോലെ നമ്മളെക്കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ചെയ്യേണ്ട നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെയാണ് രാഹു കയറി നിൽക്കുന്നത്. പകുതിയുള്ളൊരു ഗ്രഹമാണ്, വക്രതയുള്ളൊരു ഗ്രഹമാണ്. നമ്മുടെ ജോയ്, നമ്മുടെ തൃപ്തി വരേണ്ട അഞ്ചാം ഭാവമാണ്, അവിടെയാണ് വരുന്നത്. അപ്പം നമ്മൾ അഞ്ചാം ഭാവത്തിൻ്റെ ഐഡിയാസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടേ? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം അല്ലേ, ഒരു നെറ്റ്വർക്ക് വേണം അല്ലേ. അത് റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതാണ് അവരെയെല്ലാം. അത് 11ാം ഭാവമാണ്. അപ്പം അതാണ് സൂക്ഷിക്കേണ്ടത്. നമ്മളിലേക്ക് വന്നു ചേരുന്ന ആൾക്കാർ പ്രശ്നമാവാനുള്ള സാധ്യത, അവർ നിമിത്തം പ്രശ്നമാവാനുള്ള സാധ്യത. ഇപ്പം 5ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജോയും ഹാപ്പിനെസ്സും ആണെങ്കിൽ 11th ഭാവം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്ക് ഫിലോസഫിക്കലായിട്ടും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ പ്രതീക്ഷിക്കും. അപ്പം ആ ഗ്രൂപ്പിൽ നിന്നുമൊക്കെ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം മനോബുദ്ധി അഹങ്കാരങ്ങൾ നിമിത്തം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് 11ാം ഭാവം, നേച്ചറെ സപ്പോർട്ട് ചെയ്യേണ്ട ഭാഗത്ത് ഒരു ബ്ലോക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വന്തം മക്കളെ പൂർവ്വജന്മത്തിൽ നോക്കാതിരുന്നതിൻ്റേതായിട്ടുള്ള ഫലം വരാം. അതേപോലെ തന്നെ ഈ ജന്മത്തിലാണെങ്കിലും സഹോദരങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മുതിർന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും, അല്ലെങ്കിൽ മുതിർന്ന സഹോദരങ്ങൾ തുല്യമായിട്ടുള്ള ആൾക്കാരിൽ നിന്നും, അല്ലെങ്കിൽ നമ്മളുടെ മേലധികാരികളിൽ നിന്നും, ജോലി ചെയ്യുന്നിടത്തെ മേലധികാരികളിൽ നിന്നും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അക്കൗണ്ടിങ് സെക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാനുള്ള, അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ 11th ഹൗസിൽ കേതു നിൽക്കുമ്പം എന്ന് പറയുന്നത് നമുക്കൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വേണം, അതുണ്ടാവും മിക്കവാറും. അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും, നമ്മുടെ സന്തോഷത്തിൽ നിന്നും, നമ്മൾ നേടിയെടുക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കുറേ സബ്ജക്റ്റുകൾ നമ്മൾ മറ്റുള്ളവർക്ക്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം, കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സാധാരണ ചെയ്യുന്ന ഒരു കൺവെൻഷണൽ സ്റ്റൈലിലല്ലാതെ ഒരു അൺകൺവെൻഷണലായിട്ടുള്ള ഒരു ചാരിറ്റിക്കുള്ളൊരു സാധ്യത ചിലപ്പം മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കാതെ. ഇപ്പോൾ വയനാട്ടിൽ ഇത് നടന്നു, ഇപ്പം അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി. ഇപ്പം നമ്മുടെ അടുത്ത് വയനാട്ടിലൊരു ദുരന്തം നടന്നപ്പോൾ ഒരു ന്യൂസ് വന്നില്ലേ, ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒരു കൺവെൻഷണലായിട്ടുള്ള ഒരു ചാരിറ്റി കൊടുക്കുന്നതിനിടയിൽ കൂടെ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടേതായ രീതിയിൽ ആ ഒരു കുറച്ച് ചാരിറ്റിക്ക് പോലും സപ്പോർട്ട് ചെയ്യുന്നതിൽ പോലും ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതികൾ, അല്ലെങ്കിൽ സാധാരണ പോകുന്ന വഴികളിൽ നിന്ന് മാറി എനിക്ക് കുറച്ച് തൃപ്തിയായിട്ട് ഇതൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു രീതി. അതേപോലെ തന്നെ 11 കേതു നിൽക്കുമ്പം ഒക്കൾട്ട് സയൻസ്, മെറ്റാഫിസിക്കൽ സൈഡ്, അതേപോലെ തന്നെ സാധാരണ കാണാത്ത രീതിയിലുള്ള സ്പിരിച്വൽ ഡയമെൻഷൻസിനോടൊക്കെ താല്പര്യം, അത്ഭുതങ്ങളോടും ചില കാര്യങ്ങളോടും ഒക്കെ ഒരു വല്ലാത്തൊരു സ്നേഹം ഒക്കെ ഇവർക്കുണ്ടാവും. അപ്പോൾ ഇവർ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ഭാവത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്തൊക്കെയാണ് 5 പറയുന്നത്, എന്തൊക്കെയാണ് 11ാം ഭാവം പറയുന്നത് എന്നുള്ളത് 5ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയും 11ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതൊന്ന് പോയി, ഭാവം എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കണ്ടു നോക്കുക. ഈ രണ്ടും കണ്ടു കഴിയുമ്പോൾ 11ാം ഭാവത്തിലൂടെ വരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കാണും. പക്ഷേ അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ദുഃഖങ്ങളുണ്ടാവും, ഭയങ്കര സങ്കടങ്ങളുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാൽ ഫോക്കസ് ഓൺ രാഹു ഏരിയ, നമ്മൾ രാഹു നിൽക്കുന്ന ഏരിയകളിലേക്ക് നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കുകയും നമ്മൾ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ, കുറച്ച് പ്രശ്നങ്ങൾ വരും, രാഹു അല്ലേ, അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ഫാൻറ്റസികളൊക്കെ കുറേശ്ശെ മാറി നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് ഒരു ഹയർ കോൺഷ്യസ്നെസ് ലെവലിലേക്ക് രാഹു ഇപ്പോഴും വലിച്ച് താത്തൊരു മെറ്റീരിയൽ ബോധത്തിലേക്കായിരിക്കും, ഭൗതികതയിലേക്കായിരിക്കും, കാണുന്ന വിഷയങ്ങളോടൊക്കെ ഒരു കൗതുകവും, കള്ളക്കാതൽ എന്നൊക്കെ പറയും, കള്ളപ്രണയം, അല്ലെങ്കിൽ ഇൻഫാറ്റുവേഷൻ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന പ്രണയങ്ങൾ,
അതേപോലെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിമിത്തം ദുഃഖം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആജീവനാന്തപരമായിട്ട് ഓട്ടിസം പോലുള്ള ചില അസുഖങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ സന്താനങ്ങൾ നിമിത്തം ഒരു ബന്ധം തന്നെ അമ്മയും മക്കളും അല്ല അച്ഛനും മക്കളും തമ്മിൽ ഒഴിഞ്ഞു പോകുന്നത്, ഇങ്ങനെയൊക്കെ വരാം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ വരാം. അപ്പം എന്നാലും ഫോക്കസ് ഓൺ രാഹു ഏരിയ, രാഹു നിൽക്കുന്ന ഭാവത്തിലേക്ക്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക്, ഇതിലേക്ക്, ചിന്തകളിലേക്ക് വിടുക. നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ എത്തിപ്പെട്ടിട്ടുള്ളത് ആ മേഖലയിൽ രാഹു നിൽക്കുന്ന ഏരിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അത് ചെയ്യുക. ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോത്ത് വരും. പക്ഷെ അപ്പോഴും ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം വരേണ്ടത് 11ാം ഭാവമാണ്. അതുമായിട്ട് എപ്പോഴും നിങ്ങളുടെ ചിന്താഗതിയും ആ 11ാം ഭാവവും തമ്മിൽ എപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അത് നോക്കണ്ട. നാഗരാജാവിനെ നന്നായിട്ട് ആശ്രയിക്കുക, സർപ്പദൈവങ്ങളെ നന്നായിട്ട് ആശ്രയിക്കുക, ശിവഭഗവാനെ നന്നായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാം. മെഡിറ്റേഷനും സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ രാഹു 6-ലും കേതു 12-ലും ഉള്ളത് കാണാം. ഇച്ചിരി കടുപ്പമാണ് അത്. അപ്പോൾ അതൊന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ കുറച്ച് വൈകിയാണ് വന്നേ. ഇടയ്ക്ക് ആ ഒരു സീരിയസിനൊരു ബ്രേക്ക് ഉണ്ടായി. എന്ത് ചെയ്യാനാ, രാഹു വൈകിക്കുന്നതല്ലേ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കയ്യിലല്ലല്ലോ. മഹാദേവനെയും നാഗേശ്വരനായിരിക്കുന്ന മഹാദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട്, അഷ്ടനാഗങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട്, നാഗലോകത്തിലുള്ള എല്ലാ ഈശ്വര സ്വരൂപങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. രാഹു എത്രയിലാപ്പം? 6-ലും കേതു 12-ലും. നമസ്കാരം.